അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു സ്പേസ് വരുമ്പോ ആ കണ്ടിന്യൂസ് ആയിട്ട് ജാളിവർക്കില് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അത് ഞാൻ എന്തെങ്കിലും ഒരു റെഫറൻസ് കിട്ടുവാണെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ. ദെൻ അതെ, ആ ടൈല് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നു. ദെൻ ആ കിച്ചൺ കിച്ചണിന്റെ ഒരു ചേഞ്ച് വരുത്തേണ്ടി വന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ സ്പേസ് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ ഈ ഒരു ആ ഓപ്പൺ ആ ഏരിയ. അപ്പൊ അങ്ങനെ ഓക്കെ. കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തിരുന്നത് ഒരു മിനിറ്റ്, ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് ആയിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നേ. ആ അപ്പോൾ നമുക്കിവിടെ കൗണ്ടറും കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അവിടെ ഗ്യാപ്പ് ഇല്ലാതെ വരും. ആക്ച്വലി ആ വോൾ അവിടെ നമുക്ക് ആവശ്യമുണ്ടോ? ആ എല്ല് ഇതോ? അത് നമ്മളിവിടെ ഇതിൽ കൂടെ പില്ലർ പോണുണ്ടാവില്ല, അതായത് നമ്മൾ തറ ലിൻഡല്. കെട്ടുമ്പോഴേ ഇല്ല, തറ കെട്ടുമ്പോൾ ഇവിടുന്ന് എന്തായാലും കമ്പി മുകളിലേക്ക് വരെ പോകത്തില്ലേ. അപ്പൊ ആ ഒരു ആ സ്പേസിൽ 30 സെന്റിമീറ്റർ എങ്കിലും ഉള്ളത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ലിൻഡലും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ട്രക്ചറിൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ബോള് മീൻസ് പോകേണ്ടതാണ്. നമ്മുടെ പ്ലാനിൽ എങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. പ്ലാനിൽ ആക്ച്വലി ഉള്ളത് ഇവിടെ ഒരു വോൾ ഉണ്ട്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഡോർ ഉണ്ട്, അത് കഴിഞ്ഞ് ഇല്ല, ഇവിടെ ഓപ്പണിംഗ്. പ്ലാൻ ആക്ച്വലി അങ്ങനെയല്ല. വെയിറ്റ്, ഞാൻ എന്റെ ഡൗട്ടാണ് ചോദിക്കുന്നത്. വെയിറ്റ്, ഞാൻ അങ്ങനെ അയച്ചു ഉണ്ടല്ലോ, തരാം. ഡോർ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് രണ്ടാമത് അയച്ചിരുന്ന പ്ലാനിൽ അവിടെ ഡോർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഐ മീൻ ഒരു വോൾ തിക്നെസ് ഉണ്ട് നമ്മുടെ നോർമൽ ഈ വോള് കഴിഞ്ഞിട്ട് ഇവിടെ ഡോറാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രിക്ക് വോൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഓപ്പൺ സ്പേസ്, ഐ മീൻ നമ്മുടെ കൗണ്ടറൊക്കെ വരുന്ന ഏരിയ വരുന്നത്. അയച്ചു തന്നെ ഇത് നോക്കിയേ. കണ്ടു. അതിൽ അങ്ങനെ വോളുണ്ടോ? അതില് അങ്ങനെ വോളില്ല, പക്ഷെ അവിടെ ഡോറിന്റെ തൊട്ടടുത്ത് പിന്നെ ഒരു വോള് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കൗണ്ടർ ഓക്കെ, വരുന്നത്. ഓപ്പൺ. കാരണം മുകളിൽ നിന്നുള്ള സ്ട്രക്ചറിലൂടെ താഴത്തേക്ക് പാസ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു ഇത് വേണ്ടേ. അപ്പോൾ ഒന്നാമത് 1.2 നമ്മളവിടെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ. അപ്പൊ ഫ്രിഡ്ജിനുള്ള സ്പേസ് അങ്ങനെ കവർ ചെയ്യുന്നതാണ് സ്ട്രക്ചറിന് നല്ലതെന്നാണ് പറയുന്നത് ആ അതെ. ഒരു വോള്. പിന്നെ ഫ്രിഡ്ജും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളല്ലേ, അപ്പോൾ അതെല്ലാം കുറച്ചങ്ങനെ കവർ ചെയ്ത് സേഫ്റ്റിക്ക് അങ്ങനെയാണ് നല്ലത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രിഡ്ജിനൊരു ഇതുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ഡോറ് ഫോഴ്സിൽ തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ ഫ്രിഡ്ജ് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകുന്നൊരു ടെൻഡൻസി ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ ആ സ്പേസ് അങ്ങനെ അങ്ങ് നീങ്ങിപ്പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എന്നിട്ട് നീക്കി പൊസിഷനിലേക്ക് അങ്ങനെ വെക്കേണ്ടി വരും. ഓക്കെ, 3D ഒന്ന് കാണിക്കൂ. അപ്പൊ ഞാനത് ഫ്രിഡ്ജ് ആക്ച്വലി ഇങ്ങോട്ടേക്ക് മാറ്റി. ഇത് വേണമെങ്കിൽ ഇവിടെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം എന്നുള്ള രീതിക്ക്. ഓക്കെ, ആ ഫസ്റ്റ് പ്ലേസ് ചെയ്തെടുത്ത് തന്നെ വെച്ചാൽ മതി. നമ്മൾ ഓക്കെ ആദ്യം പറഞ്ഞു കൊടുത്തല്ലേ. ഓക്കെ. അപ്പൊ വാഷിംഗ് മെഷീൻ അവിടെ കൊടുത്തു. വാഷിംഗ് മെഷീൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തു. ഇപ്പൊ ഫ്രിഡ്ജ് ഇവിടെ വെക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാമല്ലോ എന്നുള്ള രീതിക്ക്. ഇപ്പൊ ഇത് വാഷിംഗ് മെഷീൻ ആകുമ്പോൾ വലിയ സ്പേസ് വരില്ല, എപ്പോഴും തുറക്കുന്നില്ലല്ലോ. ഫ്രിഡ്ജ് ആകുമ്പോൾ നമ്മൾ അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴെങ്കിലും തുറക്കും. അപ്പം ആ ഒരു ഏരിയ ക്ലോസ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു കൊടുത്തതാണ്. അപ്പൊ ചോദിച്ചിട്ട് മാറ്റാന്ന് വിചാരിച്ചു. അഭിപ്രായം എന്താ അതില്? എനിക്ക് എവിടെ ഏത് തോന്നുന്നത് വെക്കണം? നമ്മള് ഫ്രിഡ്ജ് എപ്പോഴും തുറക്കത്തില്ല വീട്ടിലാണെങ്കിൽ. എപ്പോഴും തുറന്ന ഒരു പർട്ടിക്കുലർ ഒരു 45 സെന്റിമീറ്റർ എങ്കിലും നമ്മുടെ ഡോർ ഏരിയയിൽ നിന്ന് അങ്ങനെ പോകും. അപ്പോൾ ആരെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഫ്രിഡ്ജ് തുറന്നിട്ട് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വെക്കുന്നതായിരുന്നു നല്ലത്. അപ്പൊ ഇവിടെ ആകുമ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടൊരു സ്പേസും കിട്ടും. അങ്ങനെ ഇതിപ്പോ വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീൻ ഉള്ളത് അറിയാനില്ല. നമുക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇരിക്കുന്ന സ്പേസിൽ നോക്കിയിട്ട് വാഷിംഗ് മെഷീന്റെ മേളിലും കൗണ്ടർ ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലേ ബെറ്റർ? അതിന്റെ മുകളിൽ ചെയ്യാം. പിന്നെ പൊസിഷൻ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ടോപ്പ് വ്യൂ എടുക്കുമ്പോഴേ. ഓക്കെ.
അപ്പൊ ഫ്രിഡ്ജ് ഇവിടെ തന്നെ വരട്ടെ. എങ്ങനെ ഡബിൾ ഡോറിന്റെ ആണോ സിംഗിൾ ഡോർ ആണോ എങ്ങനത്തെയാ ഫ്രിഡ്ജ്? സിംഗിൾ ഡോർ. ആണല്ലേ, ഓക്കെ. അപ്പൊ കുഴപ്പം അല്ല. ഇപ്പം വെച്ചാൽ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സ്പേസിൽ ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ, കാരണം വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പൈപ്പും വെള്ളം പോണ ഏരിയയും എല്ലാം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. പിന്നെ വാഷിംഗ് മെഷീൻ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ടൈലിൻ്റെ അവിടെ നിന്നൊക്കെ വീണ്ടും അത് മാറ്റലും അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് പൈപ്പിൻ്റെ, നമ്മുടെ വാഷ് ബേസിൻ സിങ്കിൻ്റെ പൈപ്പ് പോകും. അപ്പോൾ അതിൽ കൂടെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് സൂം ഔട്ട് ചെയ്യുവോ ആ വ്യൂ? കിച്ചൺ ഫുൾ, കിച്ചൺ ഒന്ന് ക്ലോസ് ആക്കിയിട്ട്. ഏത് വ്യൂ എടുക്കണ്ടേ? ഐ മീൻ ഏത് റൂമിൻ്റെയാ? അല്ല, മീൻസ് ആ കിച്ചൺ തന്നെ, കിച്ചൺ തന്നെ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ അങ്ങനെ? എവിടെയാണ്? ഇവിടെ വാഷിംഗ് മെഷീൻ്റെ അടുത്താണോ? അല്ലല്ല, ഫ്രിഡ്ജും ആ കൗണ്ടറും തമ്മിൽ ഗ്യാപ്പ് വേണമല്ലോ, കാരണം നമ്മളിവിടെ കൗണ്ടർ വെക്കുവാണെങ്കിൽ അതിൻ്റെ ഡോറ് തുറക്കണ്ടേ? അത് തന്നെ. ഒരു സ്പേസ്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൗണ്ടർ വന്നിട്ട് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ കിച്ചണിലല്ലാതെ വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. വാഷിംഗ് മെഷീൻ ഇപ്പോൾ വെക്കാനായിട്ട് അകത്ത് വെക്കാനാണെങ്കിൽ കിച്ചണിൽ ഈ ഒരു സ്പേസ് ആണുള്ളത്. പിന്നെ പുറത്ത് എങ്ങനെയാണ് സേഫ്റ്റി ആണെങ്കിൽ വീടിന് പുറത്ത് നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് അവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ട് അവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല, അതിന്റെ അടിയിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. ഇവിടെ വർക്ക് ഏരിയയില് വാഷിംഗ് മെഷീൻ തീയും പരിപാടിയൊക്കെ ഉള്ളപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ വെക്കണോ? ഇല്ല, ഞാൻ ചിലടത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് പൊതുവെ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1.7 അല്ലെങ്കിൽ 2 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസിൽ വെക്കണം എന്നാണ്. അതായത് ഞാൻ ചോദിക്കുന്നത് അവിടെ ഒരു ക്യാബിൻ കൊടുത്തിട്ട് ക്യാബിന്റെ അടിയിലായിട്ട് വാഷിംഗ് മെഷീൻ ഉള്ള സ്പേസ്. ഇവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ ക്യാബിൻ, ഞാൻ 2D കാണിച്ചു തരാതെ. ഇവിടെ ഇപ്പം നമ്മളൊരു ക്യാബിൻ കൊടുക്കുകയാണെങ്കിലും അതിനൊരു 50 സെൻറ്റിമീറ്റർ പോകത്തില്ല. അപ്പം നമ്മളിവിടെ അടപ്പ് കത്തിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ അതിനൊരു നമുക്ക് വിറകൊക്കെ വെക്കണ്ടേ, അപ്പോൾ അത് സ്പേസ് ഉണ്ടാവില്ലല്ലോ. ഒരാൾക്ക് നിന്ന് ഇവിടെ നമുക്ക് പെരുമാറണമെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ എങ്കിലും സ്പേസ് വേണം. അപ്പോൾ അതില്ലാണ്ട് 1.3 ആണുള്ളത്. അപ്പൊ അവിടെ ഒരു ക്യാബിന് കൊടുക്കാനുള്ള സ്പേസ് ഇല്ല, രണ്ട് സൈഡിലും. മീൻസ് ഒരു സ്ലാബ് പോലെ വാർക്കാനുള്ള സ്പേസ് ഇല്ല ഏരിയയില്. ഇവിടെ ഇപ്പൊ നിക്കുമ്പോ 60 സെന്റിമീറ്റർ കഷ്ടിച്ചുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് അതിന്റെ മേളിൽ നമുക്കൊരു സ്ലാബ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? അതൊക്കെ ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ ചോദിച്ചത്, ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കണം എന്നാണല്ലോ. അപ്പൊ ഒരു 60 മിനിമത്തിലാണ് നിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു സ്പേസ് ആണ് നമുക്ക് അവിടെ പ്രോബ്ലം വരാം. അല്ലെങ്കിൽ അടപ്പിന്റെ ഇങ്ങനെയാണ് കൃത്യമുള്ള ഒരു ഡയമെൻഷൻ, അതൊന്ന് റെഫർ ചെയ്തിട്ട് വേണമല്ലോ. അപ്പോൾ പലരും പല ഡയമെൻഷനിൽ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് എങ്ങനെ ഇപ്പൊ സ്റ്റീല് എനിക്കും അത് അടപ്പിന്റെ കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റീലിന്റെയും അങ്ങനെ അടപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഒരു ഏകദേശം വെച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്തത്. ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ട്, നമ്മൾ ഈ അടുപ്പ് വിരിക്കുന്ന സ്ഥലം ആക്ച്വലി നമ്മൾ സ്ലാബ് വാർക്കുമല്ലേ? അറിയോ? സ്ലാബ് വാർക്കുണ്ടല്ലോ അവിടെ, അല്ലാണ്ട് നമ്മള് അടുപ്പ് അങ്ങനെ ചെയ്യല്ലേ ചെയ്യുന്നത്?
സ്ലാബ് വാർത്തിട്ട് അതിന്റെ മേളിലല്ലേ അടുപ്പ് ഫിക്സ് ചെയ്യുന്നത്? അങ്ങനെ എനിക്കൊന്നും തോന്നുന്നു. ആണോ? എനിക്കറിയില്ല. എനിക്കെന്തല്ലേ അടപ്പിന്റെ ഓക്കെ, അത് ലീവ് ഇറ്റ്. വാഷിംഗ് മെഷീൻ എന്തായാലും അവിടെ ചെയ്തോ. ആ അവിടെ ഒരു സ്ലാബ് കൂടെ എനിക്ക് കാണിച്ചു. മീൻസ് ഓക്കെ. അതിനെ കവർ ചെയ്തിട്ട് ആ സ്ലാബ് വാഷിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണ ഭാഗത്തിനല്ലേ? അതെ അതെ അതെ. ഓക്കെ. അതെന്നിട്ട് ഇനി നോക്കിയിട്ട് അവിടെ മീൻ സൈറ്റിൽ മീൻ വീട് പണിയുമ്പോ ആണെങ്കിലേ അതൊന്ന് നോക്കിയിട്ട് ആ ഇപ്പൊ ഇതിന്റെ അടപ്പിന്റെ കാര്യം കൂടെ ഒരു കൺഫേം ആക്കിയിട്ട് ഇവിടെ ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓക്കെ, അടുപ്പ് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് അല്ല കുറച്ചുകൂടെ ഞാൻ ചോദിക്കുന്ന ആ രണ്ടടുപ്പ് തമ്മിലുള്ള ഗ്യാപ്പ് ഇല്ലേ, ഓ അതിനൊക്കെ ഈ മെഷർമെന്റ് നോക്കിയാണോ അങ്ങനെ അതിന് വെച്ചേക്കുന്നത്? അല്ല, അതിന് ഓൾറെഡി ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കാരണം നമ്മൾ ഇതിന്റെ ഈ രണ്ടിന്റെയും പുക പോകുന്നത് ഈ ഒരു ഭാഗത്ത് ഇതിലേക്കായിരിക്കും. അപ്പൊ അവിടെ നിന്നാണ് ഡയറക്റ്റ് ചിമ്മിനിയിലേക്ക് അങ്ങനെ പോകുന്നത്. അപ്പൊ ആ ഒരു ചെറിയൊരു ഇതിനും ഇതും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇതിന്റെ പുക ഇങ്ങനെ പോകും, മനസ്സിലായി ഇതിന്റെ പുക മനസ്സിലായി. ഇങ്ങനെ പോകും. ഓക്കെ, ആ അടുപ്പ് എന്തായാലും വാഷിംഗ് മെഷീൻ അവിടെ തന്നെ ഇരുന്നോട്ടോ. ഇപ്പൊ ഇരിക്കുന്നിടത്ത് ഓക്കെ അവിടെ ഒരു മേളിലൊരു സ്ലാബ് കൂടെ ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ. വേറെ ഡൈനിങ്ങിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ പാഷ്യോന്റെ കാര്യം. പക്ഷെ പാഷ്യോക്ക് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പേസ് കുറവാണ്. ഇത് ഞാനിപ്പോ ഒരു ബേ വിൻഡോ പോലെ എടുത്തത് കൊണ്ട് ഇവിടെ ഒരു സ്പേസ് അങ്ങനെ കിട്ടി. ആക്ച്വലി അങ്ങനെ വേണോ? അവിടെ സ്പേസ് കുറവാണല്ലേ? കുറവാണ്, തീരെ കുറവാണ്. ഞാനതുകൊണ്ട് അപ്പൊ ചെടി ഒരു പ്ലാന്റ് വെച്ച് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ വെച്ച് കാണിച്ചു. ഞാൻ ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ ആക്ച്വലി അവിടെ ഒരു സ്പേസ്, സിറ്റിംഗ് സ്പേസ് ഉണ്ട്. നമ്മുടെ വാഷ് ബേസിൻ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ 5x3 ഡൈനിങ് ടേബിള്. പിന്നെ ഇതിനൊരു എന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ചെയർ ഇവിടേക്ക് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെക്കേണ്ടി വരും കേട്ടോ. മനസ്സിലായില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 3 ചെയറും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ഒരു സ്പേസ് വേണം. അതുകൊണ്ട് പാഷ്യോ ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം ഇങ്ങനെ പോരെ, ഇതാവുമ്പോ അവിടെ ഒരു ഓപ്പൺ ഏരിയ പോലെ വരെയും ചെയ്യും, സീറ്റിംഗ് സ്പേസും കിട്ടും. മതിയോ? പക്ഷെ അവിടെ ഈ ജാളി വെക്കുമ്പോഴേ അത് കറക്റ്റ് വീടിന്റെ അകത്തേക്ക് വരുന്നതാണ് ഒരു ഡൗട്ട്. അത് ഓപ്പൺ അല്ലേ കുറച്ച്? അത് ഞാൻ ബേ വിൻഡോ പോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് 45 എടുത്ത് അങ്ങോട്ടേക്കാണ് വെച്ചേക്കുന്നത്. അപ്പൊ മുകളിൽ പുറത്തേക്ക് വെച്ചേക്കുന്നത്. പുറത്തേക്കാ അത് വെച്ചേക്കുന്നേ? അതെ. ആക്ച്വലി ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായത് പ്ലാനില് ഇതിപ്പോ ആ പ്ലാൻ നോക്കിയാണല്ലോ അളവ് എടുത്തേക്കുന്നേ? പ്ലാനില് ആക്ച്വലി അവിടെ വിൻഡോയും അങ്ങനെ ഒന്നും ഇല്ല. അവിടെ ഉള്ളത് പർഗോള.